ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ടു യൂണിലെറ്റ്സ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മെക്രാമി ബ്രേസ്ലെറ്റാണ്. അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ടോർക്യസ് കളറിലുള്ള കുറച്ച് ബീഡ്സാണ്. എന്നിട്ട് 45 സെൻറ്റിമീറ്ററിൽ മെക്രാമി ത്രെഡ് 2 കട്ട് ചെയ്തെടുക്കുക. അത് പെൻഡൻറ്റിൻ്റെ ഡബിൾ ഹൂക്കുള്ള ഫ്രെയിമിൽ ഇതുപോലെ നോട്ടിട്ട് കെട്ടിക്കൊടുക്കുക. അങ്ങനെ ഞാൻ ഇത് 2 വശത്തും ഈ ത്രെഡ് ടൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് P7000 എന്ന ഗ്ലൂ യൂസ് ചെയ്ത് ഞാൻ ഈ ടോർക്യസ് കളറിലുള്ള ക്രിസ്റ്റൽ ഈ ഫ്രെയിമിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയമെടുക്കും ഇത് സ്റ്റിക്കാവാൻ. അപ്പോൾ നമ്മൾക്കത് ഇങ്ങനെ ഫിക്സാക്കി വെച്ച് കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ ഇതിനെ ഒരു സൈഡ് ഒരു മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് ഫിക്സ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നത് പോലെ ത്രെഡ് യൂസ് ചെയ്ത് നോട്ട്സ് ടൈ ചെയ്ത് എടുക്കുന്നുണ്ട്. സെയിം സിമ്പിൾ നോട്ട്സ് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ അതിലോട്ട് ഈ ഡബിൾ ഷെയ്ഡിൽ വരുന്ന ടോർക്യസ് ആൻഡ് വൈറ്റ് കളറിൽ വരുന്ന വിത്ത് ഗോൾഡൻ കളർ റിഡ്ജസ് ഉള്ള ഈ പെറ്റൽ ബീഡ്സ് 2 വശത്തും കോർത്ത് കൊടുക്കുന്നു. പിന്നെ അത് ഫിക്സ് ആക്കാൻ നോട്ടിട്ട് ഉറപ്പിക്കും. ഒരു നോട്ടും അത് കഴിഞ്ഞിട്ട് അത് ഫിക്സ് ചെയ്യാൻ 2ാമത്തെ നോട്ടും ഞാൻ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഒരു റോസ് പെറ്റൽ ബീഡ്സ് എടുത്ത് അതുപോലെ തന്നെ ഇത് വൈറ്റ് ക്രിസ്റ്റൽ കളർ ബീഡാണ്. അപ്പോൾ അതും ഇതുപോലെ നോട്ടിട്ട് ഉറപ്പിച്ചു കൊടുക്കുന്നു. ഇനി നോട്ടിടാൻ അറിയാത്ത ആൾക്കാർക്ക് ഒരിക്കൽ കൂടെ സ്ലോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. 2 വശത്തെയും ഇതെടുക്കുക, അങ്ങോട്ട് ക്രോസ് ചെയ്യുക, തമ്മിൽ ക്രോസ് ചെയ്തിട്ട് നമ്മളത് നന്നായിട്ട് ഉറപ്പിക്കണം. ഞാൻ ഈ ഒരു ബോട്ടിലെടുത്ത് വെച്ചിരിക്കുന്നത് ആ നോട്ട് കറക്റ്റായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടിയും ത്രെഡ് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുമാണ്. അങ്ങനെ നമ്മൾ അടുത്ത് റോസ് ബീഡ്സ് കഴിഞ്ഞ് 2 പെറ്റൽ ബീഡ്സും കൂടെ കോർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് നോട്ട്സുകൾ ഇട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഈ കളർ ഷെയ്ഡിൽ തന്നെ മാച്ച് വരുന്ന കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. വൈറ്റ് ക്രിസ്റ്റൽ ബീഡ്, പിന്നെ ടോർക്യോസ് കളറിൽ തന്നെ 2 ബീഡ്സ് അതെടുത്ത് 2 വശത്തും കോർത്ത് കൊടുത്ത് അതും നോട്ടിട്ട് ഉറപ്പിക്കുക. ഇനി ബാക്കി വരുന്ന ത്രെഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് ലൈറ്റർ യൂസ് ചെയ്ത് നമ്മൾ ബേൺ ചെയ്ത് 2 വശവും ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോഴതവിടെ സ്റ്റിക്കായിരുന്നോളൂ. ഇനി അടുത്ത് നമ്മൾ 2ാമത്തെ വശവും ഇതുപോലെ സെയിം ഡിസൈനിൽ ചെയ്തെടുക്കുക. ഇതിൻ്റെയും ബാക്കി വരുന്ന ത്രെഡുകളെ നമ്മൾ കട്ട് ചെയ്ത് ലൈറ്റർ യൂസ് ചെയ്ത് ഉരുക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ 2 വശത്തെയും എക്സ്റ്റൻഷൻ ത്രെഡ് എടുത്ത് അതിൽ ഒരു ലോക്ക് ഉണ്ടാക്കണം. അത് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോക്കായിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ത്രെഡ് എടുക്കുക. അത് 2ഉം ക്രോസ് ആയിട്ട് നമ്മൾ വെച്ചതിന് ശേഷം ഇതുപോലെ ക്രോസായി വെച്ചതിന് ശേഷം ഒരു ത്രെഡ് യൂസ് ചെയ്ത് ടൈ ചെയ്തിട്ട് നമ്മളിത് നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്ന സെയിം നോട്ട് തന്നെ ഒരു 5 നോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോഴത്തേക്കും അവിടെ ഒരു ലോക്ക് മൂവബിൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു ലോക്ക് പോലെ ആയി മാറും. പിന്നെ ബാക്കി ത്രെഡ് കട്ട് ചെയ്ത് കളയുക. അത് ഇതുപോലെ ലൈറ്റർ യൂസ് ചെയ്ത് ഉരുക്കി യോജിപ്പിക്കണം. പിന്നെ നമ്മുടെ ലോക്കിൻ്റെ ഹാങ്ങിങ്സ് പോലെ അതിൽ എല്ലാത്തിൻ്റെയും താഴെ ഓരോ നോട്ട് ഇട്ട് കൊടുക്കുക. ബാക്കി വരുന്നത് കട്ട് ചെയ്യുക. അതും ഇതുപോലെ ലൈറ്റർ യൂസ് ചെയ്ത് ഉരുക്കി യോജിപ്പിക്കുക. ഇത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേസ്ലെറ്റ് റെഡിയായി. അപ്പോൾ ഈ മെക്രാമി ബ്രേസ്ലെറ്റ് ഇഷ്ടമായോ? ഈ കളർ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട്? ഇത് ഇഷ്ടമായവർ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഞാനിതിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ.